ചേച്ചി വലിയ വലിയ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്, കൊച്ചു കൊച്ചു സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം ജനശ്രദ്ധ നേടുകയും ചെയ്തു, എല്ലാവരും സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷേ പടത്തിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 170 പടത്തോളം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അമ്മ സംഘടനയിൽ നിന്നും ഇപ്പം നമ്മൾ എന്തോ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ ഈ അഭിനയിച്ച പടങ്ങളുടെ ലിസ്റ്റ് അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ തയ്യാറാക്കിയതാണ്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെയായിരുന്നു ഒന്ന് ഷൂട്ട് നടന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 4-5 പേപ്പർ വെച്ച് കുത്തിയിരുന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് ഇനിങ്ങനെ. അപ്പോൾ ചിപ്പി എന്നോട് ചോദിച്ചു, ചിപ്പിയുടെ വർക്കായിരുന്നു, എന്താ ചേച്ചി എംപോസിഷൻ എഴുതി പഠിക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഞാൻ അഭിനയിച്ച പടങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത അത് അപ്പം തന്നെ 170 പടത്തിൻ്റെ മേലെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാരണം തമിഴ് കൂട്ടാതെ. അതായത് ഞാൻ വന്നിട്ട് ഇപ്പോൾ 40 ഇയേഴ്സായി. ഞാൻ 84-ൽ പത്മരാജൻ സാറിൻ്റെ പറന്ന് ആ സിനിമയിലൂടെയാണ് വന്നത്. ഇപ്പോൾ 2024 ആകുമ്പോൾ കറക്റ്റ് 40 വർഷമായി ഞാൻ ഈ രംഗത്തേക്ക് വന്നിട്ട്. പക്ഷേ നമ്മൾ ചിലപ്പം ഈ ഓരോ പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് സൂക്ഷിച്ചു വെക്കുകയോ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് ഒരുപാട് നല്ല ഇപ്പോൾ കമൽ സാറാണേലും അടൂർ ഗോപാലകൃഷ്ണൻ സാറാണേലും കെ മധു സാറാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 പടമല്ല ചെയ്തിരിക്കുന്നത്. ആ ലിസ്റ്റ് എവിടെയുണ്ട്, അതിനി ഒന്ന് തപ്പിയെടുക്കണോ? അല്ല, മറന്നു പോകുന്നല്ല, നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പലരുടെയും. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യമുണ്ട്. എനിക്ക് 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. അത് സിനിമയ്ക്കല്ല, അത് 92-ൽ നല്ല നടിക്ക് നാടകത്തിന് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ്, സംസ്ഥാന അവാർഡ് കിട്ടി. 2014-ൽ നല്ല TV ആക്ട്രസിനുള്ള 2 സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയത്. അതിൻ്റെ ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. ഭാഗ്യം ആ സർട്ടിഫിക്കറ്റും ആ മൊമെൻറ്റോസും ഉള്ളതുകൊണ്ട് നമുക്ക് അതിങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റും. ആരുടെയെങ്കിലും കയ്യിൽ കാണുമായിരിക്കും. ഇത് കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ചിലവർ അയച്ചു തരും. ഇപ്പം ഈ സിനിമ എന്ന് പറയുമ്പോൾ മിക്കവരും ആലോചിക്കുന്നത് നല്ല ഗ്ലാമർ ലോകം, നല്ല ക്യാഷ് കൂടുതൽ, അത് വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ പല ഇൻ്റർവ്യൂസ് കാണുമ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് പ്രതിഫലം കുറവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ചില കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ പ്രതിഫലം കൂടുതൽ കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്കുള്ളത് കാരണം ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ട്രെൻഡ് അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം. അത് ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഫലം വേണം എന്നുള്ള രീതിയിൽ വരുന്നവരില്ല. പാഷനായിട്ട് വരുന്നവരുണ്ട്, അല്ല മുഖം കാണിക്കണമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഇതിൽ പണ്ട് മുതലേ അഭിനയിച്ച് തുടങ്ങിയിട്ടുള്ള ചിലപ്പം എനിക്ക് മുന്നുള്ള തലമുറയും അല്ലെങ്കിൽ എൻ്റെ രീതിയിലുള്ള തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയെ ഞാൻ ഇതിനകത്ത് ഒരിക്കലും കമ്പയർ ചെയ്യില്ല. ആ തലമുറയ്ക്കൊക്കെ ജീവിക്കാൻ പൈസ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു വർക്ക് കിട്ടി പൈസ കിട്ടിയാലേ ഒരു കുടുംബം പോറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിനുമാണ് ഈ പ്രതിഫലത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഹീറോ ഹീറോയിൻ ചിലപ്പം വില്ലൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളവർക്ക് എന്താണെങ്കിലും പിന്നെ ഒരു ലെവലിൻ്റെ മുകളിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്താണെങ്കിലും പ്രതിഫലം കിട്ടും. ഈ അല്ലാതെ വരുന്നവർക്ക് വളരെ പ്രതിഫലം കുറവാണ്. സിനിമകളുടെ എണ്ണം കൂടുതലാണെങ്കിലും ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ എന്നും വർക്കാണ്, എവിടെ ഈ മറ്റേ അവിടെയാണ് ഇവിടെയാന്നൊക്കെ പറയും. പക്ഷെ പ്രതിഫലം കുറവാണ്. പക്ഷെ പ്രതിഫലം കുറവാണെന്നും പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞില്ലേ ഇൻ്റർവ്യൂവിൽ പലരും പറയുന്നുണ്ടെന്ന്, അവർക്ക് ആർക്കെങ്കിലും വീട്ടിലിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ അത് ഒരു 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 സൈഡിൽ കൂടി പോകുന്ന സംഭവമാണത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനല്ല, അത് നോക്കാനല്ല പല സംഘടനകളും നിലവിലുള്ളത്. അവരാരും ഇതിൽ ഫലപ്രദമായിട്ട് ഇടപെടുന്നില്ല. ഇല്ല, നമുക്ക് സംഘടനകളെ ചോദ്യം ചെയ്യാനോ സംഘടനകളുടെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അജണ്ടകളുണ്ട്. പിന്നെ ഓരോരുത്തരെയും പോയി നന്നാക്കാനോ ഓരോരുത്തരും ഇന്നത് ചെയ്യണമെന്ന് ഷടിക്കാനോ ഒരു സംഘടനകൾക്കും പറ്റില്ല. ഒരു നിയമാവലി ഉണ്ടെങ്കിൽ ആ നിയമാവലിക്ക് അനുസൃതമായിട്ട് നീങ്ങാനേ പറ്റുള്ളൂ.
അല്ലാതെ ഇപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് വർക്കില്ല, നിങ്ങൾ സീമാജി നായർക്ക് വർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയ്ക്ക് ആജ്ഞാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ 100 കണക്കിന് സീമാജി നായർമാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരു സംഘടനയുടെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാം, അല്ലാതെ ഒരിക്കലും ഒരു ആജ്ഞാപിക്കുന്ന ലെവലിലേക്ക് അത് പോകാൻ പറ്റില്ല. ഈ ഒരു തിരക്കുകൾ, ഇത്രയും വർക്കുകൾ വേണം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെ സമയം കണ്ടെത്തുന്നു? അത് നമുക്ക് വേണമെങ്കിൽ ചക്ക പേരിലും കഴിക്കുമെന്ന് പറയില്ലേ. അപ്പോൾ എല്ലായിടത്തും ഓടുക, ഓടി എത്തുക, ഓടി നടക്കുക എന്നുള്ളതാണ്. സ്നേഹസീമ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിനെ കുറിച്ച് ഫൗണ്ടേഷൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ നമ്മളിപ്പം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുകയും, അതുപോലെ ജീവിതത്തിൽ ഗുരുതരമായ രോഗം ബാധിച്ച ആൾക്കാർക്ക് അവരുടെ കൂടെ നിൽക്കുകയും, അല്ലാത്ത രീതിയിൽ ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റും. അപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിനൊരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് പൈസയുടെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിനയവും സോഷ്യൽ വർക്കും എല്ലാം എൻ്റെ ലൈഫും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇങ്ങനെ ഈ ചക്ക കുഴയണ പോലെ കുഴഞ്ഞ് കിടക്കുക. ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ചേച്ചി കൂടെ. അപ്പം നിങ്ങളെ സെറ്റിൽ വന്ന് നിൽക്കുമ്പോഴും ഈ തിരക്കുകളൊക്കെ എവിടെ അത് അങ്ങനെ ഒരു ഗുണമുണ്ട്. സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ടർ അഭിനയിക്കാൻ വിളിക്കും, കട്ട് പറയും, വിളിക്കുന്നതിൻ്റെ അവിടം വരെ ചെവി ഫോണുണ്ടാവും. അത് കാരണം ചില ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഈ ചെവി മിക്കവാറും അടിച്ചു പോകുന്ന എല്ലാ ലക്ഷണവും ഉണ്ടെന്ന്. കാരണം വെച്ചാൽ അതുപോലെ ഫോണായിരിക്കും, ഫോണിന് റെസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഫ്ലൈറ്റ് മോഡിൽ എങ്ങാണ്ട് ഇട്ടിട്ടാണ് 2 ഫോണുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. കാരണം ഒരു രക്ഷയില്ലാത്ത ഫോൺ കോളാണ് പറയുന്നത്. എത്രത്തോളം ഭീകരമാണ് പുറത്തുള്ളവരുടെ അവസ്ഥ എന്ന്. അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ ഇരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല.